കനത്ത മഴയെ തുടർന്ന് പീരുമേട് പള്ളിക്കുന്ന് പോത്തുപാറയിൽ വീടിന്റെ പിറകുവശത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. പോത്തുപാറ തോണിപ്പറമ്പിൽ ജാൻസിയുടെ വീടിന്റെ പിറകുവശത്തെ മൺതിട്ടയാണ് ഇടിഞ്ഞു വീണത്. അപകട ഭീഷണി മുന്നിൽ കണ്ട് ഈ കുടുംബത്തെ മറ്റൊരു വീട്ടിലേക്ക് പീരുമേട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ മേഖലയിൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ഈ മഴയെ തുടർന്നാണ് പുലർച്ചെ ജാൻസിയുടെ വീടിന്റെ പിറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞു വീണത്. സംഭവം നടക്കുമ്പോൾ ഇവർ വീട്ടിൽ ഇല്ലായിരുന്നു. സമീപത്തെ വീട്ടുകാർ ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് മൺതിട്ട ഇടിഞ്ഞതറിയുന്നത്. വീടിന്റെ മുകൾ വശത്തുകൂടി കടന്നുപോകുന്ന റോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗത്തെ തിട്ടയാണ് ഇടിഞ്ഞു വീണത്. ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ടുണ്ടായതാവാം ഇടിയാൻ കാരണമെന്നാണ് നിഗമനം. നിലവിൽ ഈ വീട് അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ എനിക്കൊരു 6-7 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു ഭർത്താവ് പോലും ഇല്ലാത്ത എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ ഇല്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാ എവിടെ പോകുമെന്ന് എനിക്ക് എങ്ങും പോക്കടയും ഇല്ല. കയറി കിടക്കാൻ വിട്ട തണ്ടി വെച്ച വീടാണ്. ഇന്നും വീട്ടുവേലയ്ക്ക് ഞാൻ നിൽക്കുന്നു. ആ വീട്ടിൽ നിന്ന് ഓടി വരുമ്പോൾ എൻ്റെ വീട് മൊത്തം പോയി. എല്ലാ പഞ്ചായത്തിലും വില്ലേജിലും എല്ലാം പോയി ഞാൻ നടന്നു. ഞാൻ പറഞ്ഞതാ എൻ്റെ വീട് പോകും എന്ത് വേലും എനിക്ക് പരിഹാരം ഉണ്ടാക്കി തരാം. കണ്ടിട്ട് എല്ലാവരും പോകും. അല്ലാതെ ഒരു മേലധികാരി ഇതിന് ഒരു ഇത് എടുത്തിട്ടില്ല. എൻ്റെ വീട്ടിനകത്തേക്കാണ്, വീടിൻ്റെ അടുക്കള ഭാഗത്താണെന്ന് വേണ്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് ഇങ്ങനെ കൊണ്ടുവന്ന് റിപ്പോർട്ട് തയ്യാറാക്കി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരുന്നതാണ്. ഇന്നലെ വെളുപ്പിനെയാണ് ഇതുപോലെ പൂർണ്ണമായി ഇടിഞ്ഞ് അവരുടെ വീട് അത് പൂർണ്ണമായി നശിക്കുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസറോട് അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി മറ്റ് ഫോർമാലിറ്റികൾ നോക്കാതെ റിപ്പോർട്ട് തയ്യാറാക്കി വില്ലേജ് ഓഫീസർ കൊടുക്കുക, വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി നടപടി നടത്തിയിട്ടുണ്ട്. താലൂക്കിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെക്ഷനെ വിളിച്ചിട്ട് അടിയന്തരമായി ഈ കെട്ട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായി നടത്തണമെന്ന് ആവശ്യമുണ്ട്. കാരണം വലിയ ബസ്, കോളേജ് ബസ്, സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണ്. റോഡിൻ്റെ ഭിത്തിയാണ് ഇടിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വീണിട്ടുള്ളത്. റോഡിനും അപകടമാണ്, അവരുടെ വീടിനും അപകടമാണ്. അതുകൊണ്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കണം തഹസിൽദാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിഞ്ഞ ഭാഗത്തുകൂടി ഒഴുകിയെത്തുന്ന വെള്ളം വീടിന് ഉള്ളിലൂടെയാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുകുന്നത്. മണ്ണിവിടെ നിന്നും മാറ്റിയാൽ മാത്രമേ വീടിനുണ്ടായ നാശനഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തമാകൂ. അടിയന്തര സാഹചര്യം മനസ്സിലാക്കി ഈ കുടുംബത്തെ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. അപകട ഭീഷണി മുന്നിൽ കണ്ട് സമീപത്തെ വീട്ടുകാരോടും മാറി താമസിക്കുവാൻ നിർദ്ദേശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തി രമേശ്, വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.